ഇന്നലെ വരെ നീയും ദേവികയും വിവാഹിതരായെന്നറിഞ്ഞ മീര ആത്മഹത്യ ചെയ്യുന്നായിരുന്നു പേടി. ഇന്നിപ്പോ മീരെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നുകളയുന്ന ഭീഷണി. ബലരാമ സാർ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് കാണണം. എനിക്കിത് കേട്ടിട്ടെ സത്യത്തിൽ ചിരിക്കാനാ തോന്നിയേ. പക്ഷെ അച്ഛനാകെ അപ്സെറ്റാ. അതോടെ ദേവിയും ചേച്ചിയും ഒക്കെ ഡൗണായി. അതെ, ഞാനൊരു കാര്യം പറയാം. സിദ്ധു അങ്കിള് ബലരാമൻ സാറിനോട് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. നീ എത്രയും പെട്ടെന്ന് സാറിനെ കാണണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്ത്. പക്ഷെ സിദ്ധാർത്ഥൻ സാറ് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ വന്നിട്ട് ഇനിയിപ്പോ നന്ദൻ പറഞ്ഞ സാറിന് ദേഷ്യം കൂടുതലേ ഉള്ളൂ. കാര്യങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു മറിഞ്ഞു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ ബലരാമൻ സാറ് കൊല്ലാതെ തന്നെ പല മരണങ്ങളും നടക്കും. സിദ്ധു, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, സിദ്ധുവിന്റെ ഈ അവസ്ഥയിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. സിദ്ധു വല്ലാതെ തകർന്നിരിക്കുന്നു. ഒരു വലിയ അസുഖത്തിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് കഷ്ടിച്ചു മടങ്ങി വന്നിട്ടേ ഉള്ളൂ. ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞതാ മാനസിക സംഘർഷം ഉണ്ടാവാൻ പാടില്ല എന്ന്. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? എന്റെ ഭർത്താവിന്റെ ആരോഗ്യം എനിക്ക് പ്രധാനമാണ്. ആവശ്യമില്ലാതെ വിഷമിച്ച് ഓരോന്നും വരുത്തി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. സിദ്ധു ഇനി ഇവിടുത്തെ ഒരു കാര്യത്തിലും ഇടപെടരുത്. ഒക്കെ ഞാൻ നോക്കിക്കോളാം. ടെൻഷൻ മുഴുവൻ ഞാൻ എടുത്തോളാം. സിദ്ധു കുറച്ചു ദിവസം സമാധാനമായിട്ട് വിശ്രമിക്കേ. എനിക്കറിയാം സിദ്ധു അത്രയും നല്ല മനസ്സുള്ള ഒരാളാ. അതുകൊണ്ടാ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്രയ്ക്കങ്ങ് ഉലഞ്ഞു പോകുന്നത്. ഇതാണോ പ്രഭ ചെറിയ കാര്യം? മകൻ താലികെട്ടി കൊണ്ടുവന്ന പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോ അവനോട് മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യേണ്ടി വരുമെന്ന് പറയുക. ഇതിലും വലിയ ഗതികേട് ഒരു അച്ഛന് വരാനുണ്ടോ? എന്റെ സിദ്ധു, ഇത് കുഴപ്പം പിടിച്ച കാര്യമായിട്ട് സിദ്ധു കാണുന്നത് കൊണ്ടാ ഗതികേടെന്നൊക്കെ പറയുന്നത്. ഇതിനെ പോസിറ്റീവായിട്ട് കാണ്. ദേവികയെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് അയക്കാനും നന്ദനെ കൊണ്ട് മീരയെ വിവാഹം ചെയ്യിക്കാനുമായുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടാ പോരെ? അതെങ്ങനാ പ്രഭ? അവന്റെ ഭാര്യയല്ലേ ദേവിക? സിദ്ധു, നമ്മൾ തമ്മിൽ ഇനിയും വഴക്കുണ്ടാക്കണ്ട. നേരത്തെ സിദ്ധു എന്നെ തല്ലിയപ്പോ പോലും ഞാൻ ചിരിച്ചുകൊണ്ടത് സഹിച്ചതേ എനിക്ക് സിദ്ധുവിനെ അത്ര ഇഷ്ടമായതുകൊണ്ടാ. വലിയ ആദർശവാന്മാരായാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഒരു ചെറിയ കളങ്കമോ അപവാദമോ ആരോപണമോ മതി, അവര് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഇമേജ് മൊത്തം അങ്ങ് പോവും. അവര് തകർന്നു പോവും, കിടപ്പിലാവും. ഇപ്പൊ മീരയുടെ പ്രശ്നം ഒരു വാർത്തയായിട്ട് മീഡിയയിൽ വരട്ടെ. സിദ്ധുവിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബലരാമനെ കണ്ടില്ലേ? ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. സിദ്ധുവിനെ പോലെ അങ്ങനെ വന്നാൽ എങ്ങനെ, ഇങ്ങനെയായാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആലോചനയും സമയം കളയലും ഒന്നുമില്ല. ഒറ്റ തീരുമാനം: മകളെ നന്ദൻ വിവാഹം ചെയ്തില്ലെങ്കിൽ നന്ദനെ വച്ചേക്കില്ലെന്നു. ഒറ്റ തീരുമാനമെടുക്കാനുള്ള ഉറച്ച മനസ്സ് അങ്ങനെ വേണം സിദ്ധു. ദേവികയെ നമുക്ക് തിരിച്ചയക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.